ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളായ സെപ്റ്റംബർ 28 റേശു മാലാഖമാരുടെ തിരുനാളായ മാലാഖമാരുടെ തിരുനാൾ ആയ സെപ്റ്റംബർ 29 ഈ രണ്ട് തിരുനാളുകൾക്ക് വേണ്ടിയും നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, മാലാഖമാരുടെ ഇടപെടലില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ അടുത്ത് എപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാവൽക്കാരനായ ഒരു കാവൽ മാലാഖയുണ്ട്. അത് നമുക്ക് എത്ര സമയം എപ്പോഴൊക്കെ ഓർക്കാൻ പറ്റും? ഓരോ മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ ഒരു മാലാഖയെ വെച്ച് കൊടുക്കും എന്നാണ് പറയുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകം 28-14 തിരുവചനത്തിൽ ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി എന്ന് ദൈവം പറയുന്നുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ദൈവം ഒരു കാവൽ ദൂതനെ നമുക്കായിട്ട് തരികയാണ്. ബാറൂക്ക് 6:7 പറയുന്നു, എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവൻ കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം അയക്കുന്നത് മാലാഖമാരെയാണെന്ന് ചുരുക്കം. ഈ കാവൽ മാലാഖമാർ 9ാമത്തെ വൃന്ദത്തിൽ നിന്നുള്ള മാലാഖമാരാണ്. ഇവർ ദൈവസ്നേഹത്താൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അരൂപികളാണ്. ഇവരിലൂടെയാണ് പിതാവായ ദൈവം തൻ്റെ ഹിതം നമ്മെ അറിയിക്കുന്നത്. ഈ മാലാഖമാർ നമുക്ക് എപ്പോഴും സഹയാത്രികരായി കൂടെ നടന്ന് നമ്മെ പരിപാലിക്കാൻ ദൈവം തന്നയച്ചിട്ടുള്ളതാണ്. അത് സങ്കീർത്തനം 91 പറയുന്നുണ്ട്. അതുപോലെ ഈ മാലാഖമാർ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളും നെടുവീർപ്പുകളും ഒക്കെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-10-11 പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവനെയും നിങ്ങൾ നിന്ദിക്കരുത്, എന്തെന്നാൽ അവരുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. കാവൽ മാലാഖമാരുടെ മാധ്യസ്ഥം വളരെ ശക്തിയുള്ളതാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് കാവലായിട്ട് കാവൽ മാലാഖ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓരോ നഗരത്തിനും ഓരോ രാജ്യത്തിനും പ്രത്യേകം കാവൽ മാലാഖമാരുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 10-13 വരെയുള്ള വാക്കുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം അവരെ ബഹുമാനിക്കുകയും അവരുടെ സഹായം അപേക്ഷിക്കുകയും ചെയ്യണം. നമ്മൾ അവരെ ബഹുമാനിക്കണം, അവരുടെ സഹായം അപേക്ഷിക്കുകയും ചെയ്യണം. കാവൽ മാലാഖമാർ നമ്മളെ വെറുതെ കാത്തു സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പാപത്തിൽ വീഴാതിരിക്കാൻ സഹായിക്കും. പാപപ്രവണത ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മെ തടയും. അതുപോലെ ഇന്നതുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് തരും. തെറ്റേറ്റ് പറയുന്ന ശക്തിയും പ്രചോദനവും നൽകുന്നുണ്ട് മാലാഖമാർ. ഒരാളുടെ കാവൽ മാലാഖ അയാളെ കഴിവിൻ്റെ പരമാവധി സഹായിക്കും. എന്തിനാണെന്നോ? പാപം ചെയ്യാതിരിക്കാൻ. നമ്മൾ പാപം ചെയ്യാതിരിക്കാനായിട്ട് ഈ കാവൽ മാലാഖ വളരെയധികം പ്രയത്നിക്കും. ആദ്യമൊന്നും എനിക്കിത് അറിയാമായിരുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പാവം മാലാഖമാർ നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ വീട്ടിലിരുന്ന് ഞാനിങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാവൽ മാലാഖ പറഞ്ഞു, പെട്ടെന്ന് ഒരു പേര് പറഞ്ഞിട്ട് ഈ ആൾക്ക് വിളിക്കുവാൻ. അപ്പോൾ ഞാൻ ഉടനടി എൻ്റെ
ജോലികളൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ ഈ ഒരു വ്യക്തിക്ക് ഫോൺ ചെയ്യുകയാണ്. പ്രിയ കൂട്ടുകാരെ, അന്ന് വർഷങ്ങൾക്ക് മുൻപുണ്ടായൊരു കാര്യമാണ്. അന്ന് ആ സമയം അദ്ദേഹം ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേ പാപകരമായ ചിന്തകൾ കടന്നു പോകുന്ന സമയമായിരുന്നു അത്. അവസാനം അദ്ദേഹം തന്നെ തീരുമാനിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഫോൺ വന്നത്. എന്നോട് എൻ്റെ കാവൽ മാലാഖയാണ് പറഞ്ഞത്, ഇവന് വേണ്ടി പ്രാർത്ഥിക്ക്, ഇവനോട് ഫോൺ ചെയ്യ് എന്ന്. അങ്ങനെ ഫോൺ ചെയ്തപ്പോൾ അപ്പുറത്തു നിന്ന് ഒരു വലിയ സന്തോഷത്തിൻ്റെയും അതിശയത്തിൻ്റെയും സ്വരം ഞാൻ കേൾക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ചേച്ചിക്ക് എന്താ ഇപ്പോൾ വിളിക്കാൻ തോന്നിയത്? ഞാൻ എൻ്റെ മാലാഖ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മാലാഖമാരുടെ ഒരു തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ മാലാഖമാർ നമ്മുടെ അടുത്ത് നിന്ന് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇദ്ദേഹം അവിടെ കസേരയിലിരുന്ന് ചിന്തിക്കുകയാണ്. ആ സമയമാണ് മാലാഖ എന്നോട് അവിടേക്ക് വിളിക്കാൻ പറയുന്നത്. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഒറ്റപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ഒരു തെറ്റായ ഫോൺ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ ഫോണും കൈപ്പിടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മാലാഖമാരുടെ കാര്യം പറയുന്നത്. എന്തായാലും ആ ഫോൺ വിളിയിലൂടെ വലിയ ഒരു പാപത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്ന് ചോദിച്ചിരുന്നു, ഇളം റോസ് കളറുള്ള ഉടുപ്പിട്ടൊരു മാലാഖ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. അതിശയിച്ചു പോയി അദ്ദേഹം. അത് സഹോദരങ്ങളെ, നമ്മെ നോക്കി നിൽക്കുന്ന ഒരു കാവൽ ദൂതൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ എത്ര പേര് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഗുഡ് മോർണിംഗ് പറയേണ്ടത് പരിശുദ്ധാത്മാവിനും കാവൽ മാലാഖയ്ക്കുമാണ്. പറയാറുണ്ടോ നമ്മൾ? അതുപോലെ രാത്രിയും നമ്മളെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെത്ര പേര് ഗുഡ് നൈറ്റ് കൊടുക്കാറുണ്ട്? ഈ മാലാഖ എവിടം വരെ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മെ പിശാച് തട്ടിക്കൊണ്ടു പോകാതെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. എവിടം വരെ ഉണ്ടാകും? ശുദ്ധീകരണ സ്ഥലത്ത് വരെ മാലാഖയുണ്ട്. മാലാഖ, നമ്മുടെ കാവൽ മാലാഖ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്ത് വന്ന് നമ്മളെ സന്ദർശിക്കും. എന്നിട്ട് ശുദ്ധീകരിക്കുന്ന സമയത്ത് വിഷമം വരുമ്പോൾ നമ്മുടെ ആത്മാവോട് പറയും, പേടിക്കണ്ട കേട്ടോ, ഇതിപ്പോൾ തീരും, അത് കഴിയുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം. അങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മളെ സഹായിക്കും. എന്നിട്ട് ശുദ്ധീകരണം കഴിയുമ്പോൾ മാലാഖമാർ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയാൽ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അത്രത്തോളം നമ്മുടെ കൂടെയുള്ളവനാണ് ഈ കാവൽ മാലാഖ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കാവൽ മാലാഖയെ ഓർക്കാം. ഇന്ന് മാത്രമല്ല, മരണം വരെ. മരണത്തിന് ശേഷം പിന്നെ നമ്മൾ കണ്ടുമുട്ടുമല്ലോ. കാവൽ മാലാഖ ദൈവത്തെ എപ്പോഴും പുകഴ്ത്തും. അതിനായിട്ട് മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. അതുപോലെ ആപത്തുകൾ നമുക്ക് കാണിച്ചു തരും. അതുപോലെ മോശപ്പെട്ട കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ ചിറക് വിരിച്ച് നമ്മെ അത് കാണിക്കാതെ നോക്കും. അങ്ങനെ പല കാര്യങ്ങൾ കാവൽ മാലാഖ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാവൽ മാലാഖമാരെ ഓർക്കാം. എന്നും ഒരു ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും കൊടുക്കാനായിട്ട് മറക്കാതിരിക്കാം.
അതുപോലെ തന്നെ ഓരോ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറിലും ഓരോ വൃന്ദം മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മണിക്കൂറിലും ഓരോ വൃന്ദം മാലാഖമാർക്കാണ് ഈ നിയോഗം. അപ്പോൾ അവർ ഓരോ മണിക്കൂറിലും വന്ന് മാറി മാറി വന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് ഓർക്കാറുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കുമ്പോൾ ഈ നിമിഷം സ്വർഗത്തിൽ ഇന്ന വൃന്ദം മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, അതിനോട് ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ നമുക്കിനി അവരുടെ ഒപ്പം നിന്ന് പിതാവിനെ ആരാധിക്കാം. വലിയ അത്ഭുതമായിരിക്കും. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടല്ലോ. ഈ 24 മണിക്കൂറിലും ഓരോ വൃന്ദം മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അവരോട് ചേർന്ന് ഓരോ മണിക്കൂറിലും നമുക്ക് സ്തുതിക്കാൻ കഴിഞ്ഞാൽ വലിയ അനുഗ്രഹമായിരിക്കും. കാരണം മാലാഖമാരുടെ ഒപ്പമാണല്ലോ സ്തുതിക്കുന്നത്. കൂട്ടുകാരെ, ഞാൻ ഈ പേരുകൾ വേണമെങ്കിൽ പറയാം. ഓരോ മണിക്കൂറിലും സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരുടെ വൃന്ദം. അപ്പോൾ നമുക്ക് പുലർച്ചെ, അതായത് രാത്രി 12 മണി മുതൽ ഉള്ള മാലാഖമാരുടെ വൃന്ദത്തെ നമുക്ക് ഓർക്കാം. 12 മണി മുതൽ, രാത്രി 12 മണി മുതൽ 1 മണി വരെ മെൻഡ്രിയോൺ എന്ന മാലാഖമാരുടെ വൃന്ദമാണ് ദൈവത്തെ സ്തുതിക്കുക. 1 മണി മുതൽ 2 മണി വരെ നാർക്കോറിയൽ വൃന്ദം, 2 മണി മുതൽ 3 മണി വരെ പാമിയൽ, 3 മണി മുതൽ 4 മണി വരെ ലുസീറിയം, 4 മണി മുതൽ 5 മണി വരെ ഡാർഡേറിയൽ, 5 മണി മുതൽ 6 മണി വരെ സറാൻഡിയൽ, 6 മണി മുതൽ 7 മണി വരെ സാമുവൽ, 7 മണി മുതൽ 8 മണി വരെ അനായിൽ, 8 മണി മുതൽ 9 മണി വരെ വെങ്കോനിയിൽ, 9 മണി മുതൽ 10 മണി വരെ വാർമിയിൽ, 10 മണി മുതൽ 11 മണി വരെ സാസ്കിയൽ, 11 മുതൽ 12 വരെ സാനിയൽ, 12 മണി മുതൽ 1 മണി വരെ ഉച്ചതിരിഞ്ഞ് ബാർക്കിയൽ, 1 മണി മുതൽ 2 മണി വരെ ഓസ്മാഡിയൽ, 2 മണി മുതൽ 3 മണി വരെ ഖോബ്രിയൽ, 3 മണി മുതൽ 4 മണി വരെ ഓറിയൽ, 4 മണി മുതൽ 5 മണി വരെ ബാറിയൽ, 5 മണി മുതൽ 6 മണി വരെ പെർട്ടേറ്റിയൽ, 6 മണി മുതൽ 7 മണി വരെ സബ്രാത്തൻ, 7 മണി മുതൽ 8 മണി വരെ ടാർട്ടീസ്, 8 മണി മുതൽ 9 മണി വരെ സെർഗോനിക്, 9 മണി മുതൽ 10 മണി വരെ ജസ്ഫിസ്ക, 10 മണി മുതൽ 11 മണി വരെ അബാസ് ദാറോൺ, 11 മണി മുതൽ 12 മണി വരെ സസേനെക്. ഇങ്ങനെ 24 മണിക്കൂറും ഓരോ വൃന്ദം മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അവരോടൊപ്പം ചേർന്ന് നമ്മളും സ്തുതിക്കുന്നു എന്ന് പറയാൻ കഴിഞ്ഞാൽ വലിയ അനുഭവമായിരിക്കും. മാലാഖമാരെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവരെ കൂടുതൽ ബഹുമാനിക്കുമ്പോൾ അവർ നമുക്ക് അവരെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 24 മണിക്കൂറിലും ഓരോ മണിക്കൂറിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വൃന്ദം മാലാഖമാരെ ഓർത്ത് നമ്മുടെ പ്രാർത്ഥനകൾ കാഴ്ചവെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കാഴ്ചവയ്പ്പൊക്കെ മാലാഖമാരെടുത്ത് കാഴ്ചവെക്കുമ്പോൾ വലിയ യോഗ്യതയുള്ളതായിട്ടത് തീരും. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇങ്ങനെ ഓർത്ത് നോക്കാം, പറ്റുമോ എന്ന്. മാലാഖമാരുടെ കൂടെ നിന്ന് പിതാവിനെ ആരാധിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. എല്ലാ മാലാഖമാരെയും നമുക്ക് പരിചയപ്പെടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.